ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ചെറിയൊരു ഗെറ്റ് ടുഗെദർ പ്ലാൻ ചെയ്തിട്ട് പോകാനുള്ള പരിപാടിയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ മെട്രോയിലാണ് പോകുന്നത്. അപ്പോൾ ഓരോ സ്റ്റോപ്പിൽ നിന്നും ഓരോരുത്തരായിട്ട് ജോയിൻ ചെയ്യും. എല്ലാവരും എൻ്റെ കൊളീഗ്സാണ്. അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന അവിടെ കുറച്ച് പേര് വർക്കുണ്ട്, ഒന്ന് രണ്ട് പേർക്ക് ഓഫുണ്ട്, ബാക്കി എല്ലാവർക്കും മോർണിംഗ് ഉണ്ട്. അപ്പോൾ മോർണിംഗ് ഉള്ളവരും ഓഫ് ഉള്ളവരും എല്ലാവരും കൂടിയാണ് ഈ പോകുന്നത്. ബാക്കിയുള്ളവർ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യും. അങ്ങനെ ഞങ്ങൾ മെട്രോ ഒക്കെ കയറി ബർഷയിലെത്തി. ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി കാത്തു ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ ഗെറ്റ് ടുഗെദർ പ്ലാൻ ചെയ്തിരിക്കുന്ന കാത്തു ചേച്ചിയുടെ വീട്ടിലാണ്. അങ്ങനെ ഫൈനലി നമ്മൾ കാത്തു ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് കാത്തു ചേച്ചി. ആള് ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും എത്തിയില്ല. കാത്തു ചേച്ചി ഞങ്ങളുടെ വേറെ ഒരു കൊളീഗല്ല കേട്ടോ, ഞങ്ങളുടെ ഇൻചാർജും കൂടെയാണ്. പക്ഷെ ആള് ഭയങ്കര വൈബാണ്. ഞങ്ങൾ എല്ലാവരുമായിട്ടും ഭയങ്കര കമ്പനിയാണ്. ചേച്ചി ഒരു വില്ലയിലാണ് കേട്ടോ താമസിക്കുന്നത്. ഇതാണ് റൂമിൻ്റെ അകമൊക്കെ. ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇതാണ് ഇന്ദു ചേച്ചിയുടെ മോള്. അപ്പോൾ അവളും ഞാനും കൂടെ കോക്രിയൊക്കെ കാണിച്ച് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുമായിരുന്നു. അങ്ങനെ കാത്തു ചേച്ചി ഞങ്ങൾക്കുള്ള ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പം ദോണ്ടടാ ഇരിക്കുന്നു ഉപ്പിലിട്ട നെല്ലിക്ക. കണ്ടാൽ പിന്നെ വിടുവോ? അപ്പം തന്നെ ഞാനത് പൊട്ടിച്ചു. എനിക്കതിൻ്റെ ഏറ്റവും ഇഷ്ടം മുളകാണ്. ആദ്യം തന്നെ ഞാൻ ഒരു മുളക് എടുത്തിട്ട് അങ്ങ് തട്ടി. വാ, ഡെലീഷ്യസ്. ഉപ്പിലിട്ടത് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടോ അല്ലേ? നാക്കിന്ന് വെള്ളം വരുന്നു. അങ്ങനെ ഞാൻ ഓരോ നെല്ലിക്ക എടുത്ത് അവിടെയുള്ള എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പാവം കാത്തു ചേച്ചി 1 വർഷത്തേക്കിന് ഉണ്ടാക്കിയിട്ടത് ഞാൻ ഒരു ദിവസം കൊണ്ട് തിന്നു തീർത്തു, ഞാനും എൻ്റെ സഹപ്രവർത്തകരും. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് എത്തിച്ചേർന്നു. എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് വർത്താനം പറയുകയൊക്കെ ചെയ്തു. വല്ലപ്പോഴും ഒക്കെയല്ലേ ഇങ്ങനെയൊക്കെ ഒന്ന് കൂടാൻ പറ്റുള്ളൂ. എപ്പോഴും ഡ്യൂട്ടിയും തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ കൂടുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. സംഭവം അടിപൊളിയായിരുന്നാലും എല്ലാം ഒന്നുകൂടെ കളറാക്കാൻ വേണ്ടി ഇവനെയും കൂടെ മേടിച്ചു കേട്ടോ. കുറച്ചുകൂടെ മതിയല്ലോ. ഇനി ഇത്തിരി ഡെക്കറേഷന് കുറച്ച് സ്പ്രൈറ്റും കൂടെ ആകാം. ആഹാ, അന്തസ്. ഈ കുടി കണ്ട് ആരും പേടിക്കണ്ട. നല്ല ഒന്നാന്തരം കോട്ടയംകാരി അച്ചായത്തിയാട്ടോ. അതിൻ്റെ ഒരു സ്റ്റൈലാണ് ആ കാണുന്നത്. ഇത് പിന്നെ വേറൊരു അച്ചായത്തി, പക്ഷെ കോട്ടയല്ലെന്ന് മാത്രം. അങ്ങനെ സംഭവം കളറായി. പാവം കാത്തു ചേച്ചി ഒന്ന് കൂടണം എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനൊരു കൂടലാവൊന്നും വിചാരിച്ച് കാണൂല. പിന്നെ നല്ല വിഭവസമൃദ്ധമായ ഫുഡും ഉണ്ടായിരുന്നു. കപ്പയും മീനും ചിക്കനും ബിരിയാണിയും പൊറോട്ടയും. എല്ലാവരും ഇതെല്ലാം കഴിച്ച് മത്ത് പിടിച്ചൊരു മൂലയായിരുന്നു. എന്നാൽ പിന്നെ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ കുറച്ച് നൃത്തം കൂടി ആയിക്കോട്ടെ എന്ന് കരുതി എൻ്റെയും എൻ്റെ ഈ കൊച്ചു കൂട്ടുകാരുടെയും നൃത്ത കലാപരിപാടികളായിരുന്നു അടുത്തത്. അതിൻ്റെ ഇടയിൽ തുള്ളിക്കളിക്കുന്ന കുഞ്ഞുപുഴുവിനെ കണ്ടോ? അങ്ങനെ എല്ലാവരും കൂടി പരിപാടി അങ്ങ് കളറാക്കി. അപ്പം ബാക്കിയുള്ള വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.